തൻ്റെ കുടുംബസ്വത്തും താൻ ജനിച്ചു വളർന്ന വീടും ചാരിറ്റി രംഗത്ത് ഒരു പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് വിട്ടുകൊടുത്തു. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഏക മകനാണ്. കുടുംബസ്വത്തായിട്ട് അദ്ദേഹത്തിന് അനുഭവിക്കാവുന്നത് മുഴുവനും അദ്ദേഹം ജനിച്ച വീടുൾപ്പെടെ ഭൗതികമായതെല്ലാം വിട്ടുകൊടുത്ത് കാഞ്ഞിരപ്പള്ളിയിൽ മുക്സിയാനിയിൽ ഒരു സംരംഭം 1995 മുതൽ പ്രവർത്തിക്കുന്നു. ഭാഗികമായിട്ട് പറഞ്ഞാൽ ആ വലിയ മാതൃകയാണ് എനിക്കും ചെറിയ തോതിൽ പ്രകാരം ചിന്തിക്കാനായിട്ട് പ്രചോദനം നൽകിയത് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിതാവ് നൽകിയ പ്രകാശം ഒരു പരിധി വരെ എന്നിലൂടെ പ്രസരിച്ചതിൻ്റെ ഫലമായിട്ടുകൂടിയാണ് ഈ സ്ഥാപനം യാഥാർത്ഥ്യമാകാനായിട്ടിടയായി. ഒരു കാര്യം കൂടിയുള്ള പിതാവിനോട് ചേർന്നുള്ളത്, എൻ്റെയും പിതാവിൻ്റെയും ജന്മദിനം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 12 വയസ്സ് കുറവുണ്ട് പിതാവിന്, എന്നാലും ഒരേ ദിവസമാണ് ഞങ്ങളുടെ ജന്മദിനം. അങ്ങനെ ഒരു സാമ്യം കൂടി പേര് വന്നു. ഇത് വളരെ വേഗം വളരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഞാൻ കാണുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒരു വിഷൻ, സമർപ്പണം, ത്യാഗം, അതെല്ലാം ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ള സത്യം സ്നേഹപൂർവ്വം ഞാനും ഓർത്തെടുക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രി ASMI സിസ്റ്റേഴ്സിനോട് ചേർന്നുകൊണ്ട് ഇവിടെ നിർവഹിക്കാനായിട്ട് അച്ഛൻ്റെ ഒരു വലിയ ഇടപെടൽ കാരണമായി തീർന്നിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജോസഫിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ പ്രൊഫഷണൽ അമ്മയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും ഇത് കൂടുതൽ വളരട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അനേകം ആളുകളിലേക്ക് ഇതിൻ്റെ പ്രയോജനങ്ങൾ എത്തിച്ചേരാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും ആശംസകളും ദൈവം അനുഗ്രഹിക്കുന്നു. ഒരു വർഷം പിന്നെടുത്ത ഈ അനുഗ്രഹ ദിവസത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനമാണ്. നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് ദൈവത്തിൻ്റെ മനസ്സിലെ ഓരോ വ്യക്തിയെക്കുറിച്ചും, ഓരോ സമൂഹത്തെക്കുറിച്ചും, ഓരോ സ്ഥാപനത്തെക്കുറിച്ചും, ഓരോ സ്ഥലത്തെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്, ഒരു സ്വപ്നമുണ്ട്. ദൈവത്തിൻ്റെ ആ സ്വപ്നം ബഹുമാനപ്പെട്ട ജോസഫിനുമായി പങ്കുവച്ചപ്പോൾ അതെങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടതെന്ന് ആലോചിച്ച് അച്ഛൻ ഞങ്ങളെ സമീപിക്കുകയും മുൻ പ്രൊവിൻഷ്യൽ ടീം അതിന് തയ്യാറെടുക്കുകയും അച്ഛനോട് സഹകരിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഇത് നടത്തുവാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് മാത്രം അച്ഛൻ സംതൃപ്തനായില്ല എന്നുള്ളതാണ്. ഈ സ്വപ്നസാക്ഷാത്കാരമായി ഇവിടെ താമസിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെയായിരുന്ന അന്തേവാസികൾക്ക് ആത്മീയ ശുശ്രൂഷ നൽകുകയും മറ്റു നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇതിൻ്റെ വികസനത്തിനായി ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഏറ്റവും ചെറിയൊരു സഹോദരനിൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓണ്ടറച്ചൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അശരണരും ഏറ്റവും വേദനിക്കുന്നവരുമായ ഇന്ന് സമൂഹത്താൽ തിരസ്കരിക്കപ്പെടുന്ന പല ആൾക്കാർക്കും സഹായം നൽകുന്നതിനും രോഗീ ശുശ്രൂഷ നൽകുന്നതിനും അവരുടെ ജീവിത സായാഹ്നം ഏറ്റവും സന്തോഷപ്രദമാക്കിക്കൊണ്ട് അവർ ജീവിതയാത്ര തുടരുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായ യാത്ര മാത്രം പോരാ, അതോടൊപ്പം മാനസികമായ ഉല്ലാസവും ശാരീരികമായ ഊർജവും നൽകിക്കൊണ്ട് അവരുടെ ജീവിതം ഏറ്റവും സന്തോഷപ്രദമാക്കുവാനും അനുഗ്രഹപ്രദമാക്കുവാനും അങ്ങനെ ജീവിത സായാഹ്നത്തിൽ സന്തോഷത്തോടെ ചെലവഴിക്കുന്നതിനുമായി നമ്മൾ ഇന്നിവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം മാനസികമായ ആരോഗ്യത്തിന് വേണ്ടി കൗൺസിലിംഗ് സെൻ്ററും ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഇനിയും വികസനത്തിൻ്റെ നീണ്ട പാതയിൽ പോകുവാനുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റർ ക്ലെറ്റിയെ കൂടെയുള്ള എല്ലാ സഹോദരിമാരെയും അഭിനന്ദിക്കുകയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ നാട്ടുകാർക്കും ഈ ക്ലിനിക്ക് അനുഗ്രഹപ്രദമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ടി ഫ്രാൻസിസും കൗൺസിലേഴ്സും ഞങ്ങൾക്ക് ആവശ്യ നേരത്ത് നിർലോഭമായ സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാന്നിധ്യം കൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കുകയും ചെയ്യുന്നതിന് നന്ദി.